வாசல் தாண்டி வந்து என் வாசம் வாங்கி போயா நாவல் நீ நட்சத்திர தூவல் நீ நடமாடும் காம கோவில் நீ பாடு பாடு சொக்க பாடு என போட்டி காட்டி தேகத்தோடு Up in the air. When I look at you looking at me like you wanna make love to me, babe. Prestige Vanita Film Award 2011 മികച്ച നടി അവാർഡ് സമ്മാനിക്കുന്നതിന് തെന്നിന്ത്യൻ അഴക ജനീലിയ ഡിസൂസയും ജയലക്ഷ്മി സിൽക്സിന്റെ മാനേജിംഗ് പാർട്ണർ നാരായണ കമൽ. പോയ വർഷത്തെ മികച്ച നടി മമത മോഹൻദാസ്. നമസ്കാരം കാലിക്കറ്റ്. First of all, Vanita, Prestige Vanita, I would like to thank you Janelia for this nice award. You're looking pretty. I want to thank Satyan Uncle, Venu for making me look so beautiful on screen. My co-stars in the film, Jairam Edwin, Anika Moore. This award goes out to everybody who was there as a support. I would really like to take this occasion to thank Amal Neerad also for giving me a fabulous movie like Anwar. Shreya Ghoshal for singing such a beautiful song, Kalvileti. Vanita always gives an opportunity to be voted by all of you. അപ്പോൾ നിങ്ങൾ എല്ലാവരും വോട്ട് ചെയ്തിട്ടാണ് എനിക്ക് അവാർഡ് ലഭിച്ചിട്ടുള്ളത്. അപ്പം നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള എല്ലാ സ്നേഹത്തിനും എല്ലാ അനുഗ്രഹത്തിനും ഞാൻ നന്ദി അറിയിക്കുന്നു. താങ്ക് യു വെരി മച്ച്.
ഇനി വേദിയിൽ ചിരിയുടെ വെടിക്കെട്ട് കോമഡി പടക്കത്തിന് തിരികൊടുക്കാനെത്തുന്നു കോട്ടയം നസീറും സംഘവും. ഇന്ന് നമ്മുടെ നാട്ടിൽ ഒരുപാട് TV ചാനലുകളുണ്ട്. ഈ ചാനലിലൊക്കെ 24 മണിക്കൂറും വ്യത്യസ്തമാർന്ന ഒരുപാട് പരിപാടികളുമുണ്ട്. ഈ പ്രോഗ്രാമുകളൊക്കെ തന്നെ നമ്മൾ കാണുന്നതുമാണ്. പല ചാനലിലെയും വ്യത്യസ്തമാർന്ന ചില പരിപാടികളുടെ ഹാസ്യ ആവിഷ്കാരമാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. ശനിയാഴ്ച ഉച്ചയ്ക്ക് 2:40 ബ്ലോക്ക് ബസ്റ്റർ ചലച്ചിത്രം ബ്ലാക്ക്. മുടക്കാത്ത ജീവിതാസക്തികൾ തൂങ്ങി മരിച്ച വഴിയമ്പലങ്ങളിൽ കാരമുള്ളിന്റെ കിരീടവും ചൂടി നാം തേടി നടന്നത് സൗഖ്യമോ മൃത്യുവോ? ബ്ലോക്ക് ബസ്റ്റർ ചലച്ചിത്രം ബ്ലാക്ക് നിങ്ങൾക്കായി അവതരിപ്പിച്ചത്. എന്താ അടുത്ത് വരാനേ പറഞ്ഞുള്ളൂ, വാ തുറക്കാൻ പറഞ്ഞില്ല. ക്ലോസറ്റ് ടൂത്ത് പേസ്റ്റ്, നിങ്ങളുടെ പല്ലുകൾ മുത്തുപോലെ താഴെക്കിടുന്ന ഉരുളട്ടെ. ക്ലോസറ്റ് ടൂത്ത് പേസ്റ്റ്. എന്താ മോളെ? ഞാൻ കോളേജിലേക്ക് പോവാ. ആ ശരി ശരി. ഈശ്വര, കോളേജിലേക്കാണെന്ന് പറഞ്ഞ് ഞാൻ മൈക്കിളേട്ടന്റെ കൂടെ ന്യൂസ് ഷോയ്ക്ക് പോകുന്ന വിവരം അച്ഛൻ അറിയില്ലേ? അതെ. എന്താ? ഞാൻ ഷോപ്പിങ്ങിന് പോവാ. പോയിട്ട് വാ. ഈശ്വര, ഷോപ്പിങ്ങിനാണെന്ന് പറഞ്ഞ് ഞാൻ മൈക്കിളിന്റെ കൂടെ മാറ്റിനിക്ക് പോകുന്നത് ഇദ്ദേഹം അറിയില്ലേ? അങ്ങനെ രണ്ടുപേരും പോയി. ഈശ്വര, ഈ സമയത്ത് മൈക്കിളിന്റെ ഭാര്യ ഇവിടെ വരുന്നത് ഇവരാരും അറിയില്ലേ? പ്രാർത്ഥിക്കുവാൻ ഓരോരുത്തർക്കും ഓരോ കാരണങ്ങളുണ്ട്. മൈക്കിൾ ബ്രാൻഡ് അഗർബത്തികൾ. ഓണം, വിഷു, റംസാൻ, ക്രിസ്തുമസ്, സപിണ്ടി, വാഴപ്പിണ്ടി, വിശേഷ ദിവസങ്ങൾ ഏതുവാകട്ടെ, കലണ്ടർ മനോഹരന്റെ അമ്മയുടെ തന്നെ. മനോഹര, അമ്മ ചത്തുപോയി. അപ്പൊ ഇനി വേറെ കലണ്ടർ നോക്കാം. സുധാകര, അമ്മ കുളിക്കുക. കുളിച്ചത് മതിയെന്ന് പറ. അപ്പൊ കലണ്ടർ സുധാകരന്റെ അമ്മയുടെ മാറ്റി. ഈ മുടിഞ്ഞ ഇടിവെട്ടും മഴയും കാരണം ടിവിയും പോയി, ഫ്രിഡ്ജും പോയി, AC-യും പോയി, വാഷിംഗ് മെഷീനും പോയി, എല്ലാം പോയി. സീഗാർഡ് സ്റ്റെബിലൈസറില്ലേ? ഇല്ല. നന്നായി. ഉണ്ടായിരുന്നെങ്കിൽ അതും അടിച്ചു പോയനെ. ചേട്ടാ, ഇന്നൊരു ദിവസം ഞാനിവിടെ കിടന്നോട്ടെ. മോനെ, മനസ്സിലേറ്റു പൊട്ടി. അയ്യോ, ഇന്നിവിടെ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. അത് കുഴപ്പമില്ല. മോനെ, മനസ്സിൽ മറ്റൊരു ലഡു പൊട്ടി. നല്ലതരം ലഡുകൾക്ക് സമീപിക്കുക ചുപ്രു അണ്ണാച്ചി. 10 രൂപയ്ക്ക് ചുപ്രു അണ്ണാച്ചിയുടെ 2 ലഡു. ഹായ് മിസ്സിസ് ജയറാം. ഹായ് മഹാദേവൻ. നിങ്ങൾക്ക് ഞാനൊരു സർപ്രൈസ് തരട്ടെ? എങ്ങനെ? ഒരു പുത്തൻ ക്ലോസറ്റ് നൽകിക്കൊണ്ട്. ഓ, ക്ലോസറ്റ് കച്ചവടക്കാരനാ? അല്ല, നിങ്ങൾ ഷാർപ്പിക് ഉപയോഗിച്ച് നോക്കിയിട്ടുണ്ടോ? ഷാർപ്പിക്? ഇല്ല. ഒന്ന് ട്രൈ ചെയ്താലോ? നോക്കാം. കഴിഞ്ഞു. വൗ, എനിക്ക് വിശ്വസിക്കാനേ കഴിയുന്നില്ല. ഇത് എന്റെ ക്ലോസറ്റ് തന്നെയാണോ? ഇതിനു മുമ്പ് ഇങ്ങനെ വൃത്തിയായി കണ്ടിട്ടേയില്ല. അതിന് വല്ലപ്പോഴും വെള്ളം ഒഴിച്ച് ക്ലോസറ്റ് ഒന്ന് കഴുകണം. അപ്പോൾ ഇനി മുതൽ നിങ്ങളൊന്ന് ഷാർപ്പിക് ഉപയോഗിക്കുകയല്ലേ? വേണ്ട, ഇനി മുതൽ നീ തന്നെ വന്ന് കഴുകി തന്നാ മതി. അയ്യോ. 6:45 മലയാളത്തിലെ എക്കാലത്തെയും സൂപ്പർ ഹിറ്റ് ചലച്ചിത്രം കുലുക്കം. போட்டிக்கட்டணும் சொன்ன வாடா, எங்க கட்டள திங்க கட்டள சும்மா இருடா. நம்ம ராசா எந்த குதிரைக்கு எதிரி லக்கி ബ്ലൂ ബ്ലാക്കി അവർ അടിച്ചിടും പരിപ്പ്. നീ ഹോളിവുഡ് എന്ന് കേട്ടിട്ടുണ്ടോ? ഇല്ല. എന്നാൽ അങ്ങനെയൊന്നുണ്ട്. അതങ്ങനെ ഇരിക്കയിലാണ്. ഇന്ന് കാലത്ത് ഹോളിവുഡിൽ നിന്നും സിനിമാക്കാർ എത്തിയിരിക്കുന്നു. ഡാൻ 99 എന്ന ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിനായി കോടമ്പക്കത്തെത്തിയിരിക്കുന്നു. അവരെവിടാ ഷൂട്ടിംഗ്? എഗ്മോർ ടവറിൽ. സംവിധായകരും അദ്ദേഹത്തിന്റെ റോയൽ ക്രൂവും ഷൂട്ടിങ്ങിലാണ്. ഞാൻ രാവിലെ വീണ്ടും അവരെ കാണും. അളിയ, എനിക്കൊരു സീരിയൽ അഭിനയിച്ച കൊള്ളാതുണ്ട്. നീയേ അവർക്കെന്നെ നന്നായിട്ടൊന്ന് പരിചയപ്പെടുത്തി കൊടുക്കണം. നന്നായെന്നല്ല, നിനക്ക് ഞാൻ പരിചയപ്പെടുത്തി തരികയില്ല. ബിക്കോസ് നീ പരപ്പര എത്തി. നിനക്ക് ഹോളിവുഡ് ഡയറക്ടറെ പരിചയപ്പെടാനുള്ള സ്റ്റാറ്റസ് ഇല്ല. നീ വെറും ചീപ്പാണ്. ജോജി, യെസ്. ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് ഒന്ന് ചെല്ലാൻ പറഞ്ഞു. അല്ലയാ, ഞാൻ ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് പോയിട്ട് വരാം. ഷൂട്ടിംഗ് ആർക്ക് എന്തെങ്കിലും അത്യാവശ്യം കാണും. രാത്രി ചിലപ്പോഴേ വരികയുള്ളൂ. ഡിന്നർ അവരുടെ കൂടെ ആയിരിക്കും.
ചിലപ്പോ അവിടെ കിടന്ന് ഉറങ്ങിയെന്നും വരും. പ്ലീസ് ഡോണ്ട് മിസ്അണ്ടർസ്റ്റാൻഡ് മീ. എന്താ എന്ത് പറ്റി? ഇതിന് മുഴുവൻ താൻ ഉത്തരവാദിത്തം പറയണം. കണ്ടിട്ട് മനസ്സിലായില്ലേ? താനാ ഇതിനെ ഇവിടെ കൊണ്ടുവിട്ടത്. ഹോളിവുഡ് നടൻ നിൽക്കുവല്ലേ? ദാ അങ്ങോട്ട് ചോദിക്കും. എന്താ ഉണ്ടായത്? റോള് തരാമെന്ന് പറഞ്ഞ് വിളിച്ചിട്ട് റോള് തന്നില്ല. വേഷം അല്ലെങ്കിൽ വേഷം ഇല്ലെന്ന് പറയണം. വെറുതെ ആളെ പിടിച്ചേർത്ത് മെനക്കെടുത്തിട്ട് നിങ്ങളല്ലേ വെറുതെ വേഷം കൊടുക്കാന്ന്? അതെ, ഇദ്ദേഹം അഭിനയിക്കുകയാണെങ്കിൽ മറ്റുള്ളവർ അഭിനയിക്കില്ലെന്ന് സംഘടനകൾ പറഞ്ഞു. ഇത് കേട്ടപ്പോൾ അദ്ദേഹം ചോദിക്കാം, ഏത് കോപ്പിലെ സംഘടനയാ അത് പറഞ്ഞതെന്ന്. അങ്ങനെ പറഞ്ഞു? നോ, ഞാനങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല. അയ്യോ കഷ്ടമുണ്ട്. നിങ്ങളിങ്ങനെ ഒരുമാതിരി ഉരുണ്ട് കളിക്കരുത്. എനിക്കറിയാം അദ്ദേഹം അങ്ങനെ പറയില്ലെന്ന്. താൻ അയാളോട് മുഴുവൻ ചോദിക്കടോ. എന്താ പറഞ്ഞത്? ഈ സിനിമയിൽ ഞാൻ അഭിനയിക്കുകയാണെങ്കിൽ സിനിമാ ലോകത്ത് ഏറ്റവും വലിയ ബഹുമതിയായ ഓസ്കാർ അവാർഡ് എനിക്ക് കിട്ടുമെന്ന് പറഞ്ഞു. വെറുതെ പറഞ്ഞതല്ല. ഹോളിവുഡിലെ സൂപ്പർ ഡയറക്ടർ സ്റ്റീവൻ സ്പിൽബർഗിന്റെ നാടക ട്രൂപ്പിലെ കഷ്ടംവലിക്കാനായിരുന്നു. അദ്ദേഹം കാര്യങ്ങൾ മനസ്സിലാവും. കേട്ടില്ലേ? നിങ്ങൾക്ക് ഫോൺ വിളിച്ചൊന്ന് ചോദിച്ചാ പോരെ? ഹോളിവുഡിലെ സൂപ്പർ ഡയറക്ടർ സ്പിൽബർഗ് ഇദ്ദേഹത്തിന്റെ നാടക ട്രൂപ്പിലെ സ്പിൽബർഗ് ആരെന്നാ പറഞ്ഞത്? കഷ്ടംവലിക്കാരൻ. അപ്പൊ ഈ കരുത പറയുക, നിന്റെ സ്പിൽബർഗിന്റെ അല്ല ഈ സിനിമയെന്ന്. അപ്പൊ ഞാൻ ചോദിച്ചു, പിന്നെ നിന്റെ അമ്മയുടെ ആണോ ഈ സിനിമയെന്ന്. അപ്പൊ അവൻ എന്നെ എടാന്ന് വിളിച്ചു. ഞാൻ അവനെ സായിപ്പിന്റെ മോനെ എന്ന് വിളിച്ചു. അപ്പോഴത്തിന് എന്നെ തല്ലാൻ വന്നപ്പോ ഞാൻ ചാനലുകാരെ വിളിച്ച് ഇന്റർവ്യൂ കൊടുത്തു. എന്റെ മൈക്ക് പിടിച്ചു വലിച്ചപ്പോ കണ്ടില്ലേ, അവിടെ ഇരിക്കുന്ന സുകുമാരൻ അഴീക്കോടിനെ വിളിച്ച് 4 ചീത്ത വിളിപ്പിച്ചു. എന്നെ പിടിക്കാൻ വന്നപ്പോ ക്ലാബ് ബോർഡ് എടുത്ത് അവന്റെ തലയ്ക്ക് ഒറ്റ അടി വെച്ചു കൊടുത്തു. എന്നിട്ട് അവൻ എന്റെ അടുത്ത് വന്ന് പറഞ്ഞു, അവനാണ് ഇതിന്റെ ഡയറക്ടർ എന്ന്. അപ്പൊ എന്റെ റൂമിന്റെ പൈസയും എന്റെ ശമ്പളവും ഒക്കെ ഞാൻ പിടിച്ചു വാങ്ങിച്ചു. അവൻ സംഘടനയിൽ പറയൂന്ന് പറഞ്ഞപ്പോ ആയിരിക്കുന്ന ക്യാമറ സ്റ്റാൻഡ് എടുത്ത് അവന്റെ തലയ്ക്ക് ഒറ്റ അടി വെച്ചു കൊടുത്തു. അവനെ സെമിത്തേരിയിലേക്ക് കൊണ്ടുപോയി. അവനോട് ഒന്നും ചെയ്തില്ല, ഇത്ര ചെയ്തുള്ളൂ. അതിനായി ഉമ്മാർ ഇത്രയും ബഹളം വയ്ക്കുന്നത്. തലയ്ക്ക് നല്ല സുഖമില്ലല്ലേ? എന്നോട് ഈയിടെയായിട്ട് എല്ലാവരും ചോദിക്കുന്നത് എന്താ ഇങ്ങനെ? ഐ ഡോണ്ട് നോ. വരുന്നിടത്ത് വെച്ച് കാണും. ജോജി, ഈ ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ ഞാൻ കുറെ കഷ്ടപ്പെട്ടു. ഇതാണോ നീ പറഞ്ഞ ആ വ്യക്തി? എടേ ജോജി, നീ എന്നോട് ക്ഷമിക്ക്. പലപ്പോഴും ഞാൻ നിന്നോട് വളരെ മോശമായിട്ട് പെരുമാറിയിട്ടുണ്ട്. അതൊക്കെ സ്നേഹം കൊണ്ടാ. നീ എന്നെ ഇദ്ദേഹത്തെ വിശാലമായിട്ടൊന്ന് പരിചയപ്പെടുത്തു. അതിനെന്താ, നീ നേരിട്ട് തന്നെ പരിചയപ്പെട്ടു. ഓക്കെ. ഹലോ സാർ, വെൽക്കം ടു മലയാള സിനിമ. നൈസ് ടു മീറ്റ് യു. എന്റെ അമ്മച്ചി, എന്തുവാണ് ഇത്? എന്താ വെൽക്കം ടു മലയാള സിനിമയെന്നോ? എനിക്ക് എങ്ങനെ ധൈര്യം വന്നു എന്നെ അതിലേക്ക് ക്ഷണിക്കാൻ? എന്നെ ഇറക്കി വിടുമ്പോൾ ആലോചിക്കണമായിരുന്നു. ശക്തമായ കഥാപാത്രങ്ങൾ വന്നാൽ എന്നെ ആവശ്യം വരുമെന്ന്. ഇനി ഞാൻ മലയാള സിനിമയിലേക്കില്ല, ഞാൻ ഹോളിവുഡ് സിനിമയിലേക്ക് പോവുകയാണ്. നമുക്ക് പോവാം. ഇറങ്ങി പോവാൻ. ഇയാൾക്ക് തലയ്ക്ക് നല്ല സുഖമില്ലല്ലേ? ഹലോ, ആരാ? ഹോളിവുഡിൽ നിന്നോ? ഞാൻ എന്താണ് സാർ അഭിനയിക്കാൻ പറയണത്? ടെൽമി. ഇംഗ്ലീഷ് പറയാൻ എനിക്ക് മുട്ടുന്നു. പ്ലീസ് പ്ലീസ് ടെൽമി സാർ. ഞാൻ വല്ലാത്തൊരവസ്ഥയിലാണ്. നാളെ തന്നെ ഭരണം. ആരാണ് സാർ ഡയറക്ടർ? മജീദ്. റൈറ്റർ? മഞ്ചേരി കോയാമു. പ്രൊഡ്യൂസറോ? കൊണ്ടോട്ടി മൂസ. എന്താണ് ഇംഗ്ലീഷ് സിനിമയിൽ ഇങ്ങനത്തെ പേരുകളോ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അതിനിത് ഇംഗ്ലീഷ് സിനിമയല്ല, മലയാളമല്ലേ? പിന്നെ ഹോളിവുഡ് സിനിമയാന്ന് പറഞ്ഞതോ? അത് ഞങ്ങളുടെ സിനിമയുടെ പേരാണ് പറഞ്ഞത്, ഹോളിവുഡ് എന്ന്. ഇത് തിരൂരിൽ നടക്കുന്ന CD സിനിമയാണ് സാർ. CD സിനിമയോ? വെച്ചിട്ട് പോടാ. ഉത്തരത്തിലുള്ളത് എടുക്കാനും പറ്റിയില്ല, കക്ഷത്തിലുള്ളത് പോവുകയും ചെയ്തു. വെള്ളിത്തിരയിലെ സമഗ്ര സംഭാവനയ്ക്ക് വനിതയുടെയും പ്രേക്ഷക ഹൃദയങ്ങളുടെയും സ്നേഹാദരം. TTK പ്രസ്റ്റീജ് വനിതാ ഫിലിം അവാർഡ് 2011 ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം. അവാർഡ് നൽകാൻ കുടുംബ ചിത്രങ്ങളുടെ സംവിധായകൻ സിബി മലയിൽ, ഒപ്പം TTK പ്രസ്റ്റീജ് മാനേജിംഗ് ഡയറക്ടർ S രവിചന്ദ്രനെയും ക്ഷണിക്കുന്നു. മലയാളിയുടെ ചിരി പുസ്തകത്തിന്റെ പേരാണ് ഈ നടൻ. ചിരി മാത്രമല്ല, ഏതു കഥാപാത്രത്തിലേക്കും അനായാസം ഒഴുകിയിറങ്ങാൻ കഴിയുന്ന മഹാനടൻ. കാലം നമുക്ക് തന്ന അഭിനയ പ്രതിഭ
ജഗദീഷ് ശ്രീകുമാർ. സ്നേഹമുള്ള പ്രേക്ഷകരെ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവിടെ ഒരു പുതിയ തലമുറയെ മനോരമ ഈ സ്റ്റേജിൽ കൊണ്ടുവന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് വിനീത് അദ്ദേഹത്തിൻ്റെ പടത്തിൽ അഭിനയിച്ച 5 യുവ കലാകാരന്മാരെ നിർത്തി അവർക്ക് വേണ്ട പ്രോത്സാഹനം കൊടുത്തു എന്നുള്ളതാണ് ഒരു വലിയ സംഭവമാണ് മലയാള സിനിമയെ സംബന്ധിച്ച്. ഞാനൊക്കെ വന്നിരുന്ന കാലഘട്ടത്തിൽ അതൊന്നും ഇല്ലായിരുന്നു. ലൈഫ് ടൈം അച്ചീവ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ എനിക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ്. എനിക്കങ്ങനെ വലിയ പുരസ്കാരങ്ങളോ അവാർഡുകളോ ഒന്നും കിട്ടിയിട്ടില്ല. പക്ഷേ എങ്കിലും ഹൃദയം തുറന്നു തരുന്ന ഒരു സമ്മാനമായതുകൊണ്ട്, പുരസ്കാരമായതുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും ആശീർവാദങ്ങൾ ഞാൻ പ്രതീക്ഷിക്കുന്നു. നന്ദി, നമസ്കാരം. മികച്ച നടനുള്ള അവാർഡ് സമ്മാനിക്കുന്നത് ഹിറ്റ് സിനിമകളുടെ തമ്പുരാനായ തിരക്കഥാകൃത്ത് സി ദാമോദരൻ മാഷിനെയും TTK പ്രസ്റ്റീജ് മാനേജിംഗ് ഡയറക്ടർ രവിചന്ദ്രനെയും ബെസ്റ്റ് ആക്ടർ എന്ന ചിത്രത്തിന്റെ നിർമ്മാതാവ് നൌഷാദിനെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. TTK പ്രസ്റ്റീജ് വനിതാ ഫിലിം അവാർഡ് 2011 പോയ വർഷത്തെ മികച്ച നടൻ, അഭിനയത്തിന്റെ മഹാനദി പത്മശ്രീ ഭരത് മമ്മൂട്ടി. ഇളകി മറിയുന്ന ഈ ജനസാഗരത്തിന് മുന്നിലേക്ക്, ആരാധകരുടെ സ്നേഹക്കടലിന് മുന്നിലേക്ക് മലയാളിയുടെ സ്വകാര്യ അഹങ്കാരമായ മമ്മൂക്കെ അവാർഡ് ഏറ്റുവാങ്ങുവാൻ സ്നേഹാദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. വളരെ വളരെ സന്തോഷമുള്ളൊരു സായാഹ്നമാണിത്. വനിതാ ഫിലിം അവാർഡുകൾ ഏർപ്പെടുത്തിയതിനു ശേഷം ഇത് 4ാം പ്രാവശ്യമാണെന്ന് തോന്നുന്നു ഞാൻ ഈ പുരസ്കാരം വാങ്ങുന്നു. ഈ കോഴിക്കോട് ഇങ്ങനെ ഒരു അവാർഡ് നിശയിൽ നിങ്ങളെ കാണുവാനും നിങ്ങളുടെ സാന്നിധ്യത്തിൽ, നിങ്ങളുടെ സാക്ഷ്യത്തിൽ, നിങ്ങളുടെ സമക്ഷത്തിൽ ഈ പുരസ്കാരം ഏറ്റുവാങ്ങാൻ സാധിച്ചതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. മലയാള സിനിമയിലെ എണ്ണപ്പെട്ട കുതിരവൃത്തം, പപ്പു, ബാലൻ കേദാർ ഉൾപ്പെടെയുള്ള ഒരുപാട് പ്രഗത്ഭരായ നടന്മാരുടെ തട്ടകം കോഴിക്കോടായിരുന്നു. അറിയപ്പെടുകയും ഒരുപാട് പുരസ്കാരങ്ങൾ ലഭിക്കുകയും ജനഹൃദയങ്ങളിൽ ഇപ്പോഴും ചിരപ്രതിഷ്ഠ നേടിയിട്ടുള്ളതുമായ ഒരുപാട് നടീനടന്മാർ ജനിച്ച് വളർന്ന് ജീവിക്കുന്ന നാടാണ് കോഴിക്കോട്. തീർച്ചയായിട്ടും ഇത്രയും കലാസ്നേഹികളുള്ള ഒരു നാടിനെ സാക്ഷ്യപ്പെടുത്തി ഈ പുരസ്കാരം വാങ്ങുന്നതിന് എനിക്ക് അതിയായ സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളുടെ സ്നേഹവും സന്തോഷവും വാത്സല്യവും പ്രോത്സാഹനവും തന്നെയാണ് എന്നെ തലക്കനം ഉള്ളവൻ എന്ന് ആളുകൾ പറയാനുള്ള ഒരു കാര്യം. എന്റെ തലക്കനവും അഹങ്കാരവും എന്നെ സ്നേഹിക്കുന്ന എന്റെ പ്രേക്ഷകരുടെ സ്നേഹമാണ്. തീർച്ചയായിട്ടും ഈ സ്നേഹവാത്സല്യങ്ങൾക്ക് മുന്നിൽ എന്റെ അഹങ്കാരം ഞാൻ നിങ്ങളുടെ മുമ്പിൽ അഴിച്ചു വയ്ക്കുകയാണ്. പകരം നിങ്ങൾ തന്ന സ്നേഹം തിരിച്ചു നൽകിക്കൊണ്ട് നന്ദി, നമസ്കാരം. പോയ വർഷം നമ്മൾ നെഞ്ചിലേറ്റിയ സിനിമയ്ക്കുള്ള അവാർഡാണ് അടുത്തത്. മികച്ച ജനപ്രിയ സിനിമ അവാർഡ് നൽകുന്നതിന് മലയാളിയുടെ പ്രിയ സംവിധായകൻ കമലിനെയും ഹൈലൈറ്റ് ബിൽഡേഴ്സ് മാനേജിംഗ് ഡയറക്ടർ ടി സുലൈമാനെയും ക്ഷണിക്കുന്നു. പോയ വർഷത്തെ ജനപ്രിയ സിനിമ പ്രാഞ്ചിയേട്ടൻ ആൻഡ് ദി സെയിൻസ്. ഈ വേദിയിലേക്ക് വരേണ്ടത് മലയാള ചലച്ചിത്ര നിർമ്മാതാക്കളുടെ സംഘടനയുടെ പ്രസിഡന്റ് ശ്രീ സുരേഷ് കുമാറാണ്, ശ്രീ സാബു ചെറിയാൻ, ശ്രീ സിബി മലയിൽ. ഞാൻ വിളിക്കാതെ തന്നെ ഈ വേദിയിലേക്ക് വന്നത് പ്രാഞ്ചിയേട്ടൻ ദി സെയിന്റിലെ സെയിന്റ് അഭിനയിച്ച ജെസി അലൻ ഫോർട്ട്. ജെസി, താങ്ക്സ് എ ലോട്ട്. ശങ്കർ രാമകൃഷ്ണൻ, ക്യാപിറ്റൽ തിയേറ്ററിന്റെ മുഖ്യ സംഘാടകൻ, ശ്രീ സിയാസ് കോക്കർ, ശ്രീ ആൻഡോ ജോസഫ്. ഇത്രയും പേരുടെ സാന്നിധ്യത്തിൽ മാത്രമേ ഈ ജനപ്രിയ ചിത്രത്തിന്റെ പുരസ്കാരം എനിക്കും മമ്മൂക്കയ്ക്കും ഒപ്പം സ്വീകരിക്കാൻ കഴിയുകയുള്ളൂ.
കേട്ടില്ലേ കേട്ടില്ലേ എന്റെ കള്ളച്ചെറുക്കനെ കല്യാണം, കേട്ടില്ലേ കല്യാണമേളം, കണ്ടില്ലേ കണ്ടില്ലേ എന്റെ ഏട്ടനൊരുക്കിയ സമ്മാനം, കനവിൽ കണ്ടൊരു മുത്താരം. കേട്ടില്ലേ കേട്ടില്ലേ എന്റെ കള്ളച്ചെറുക്കനെ കല്യാണം, കേട്ടില്ലേ കല്യാണമേളം, കണ്ടില്ലേ കണ്ടില്ലേ എന്റെ ഏട്ടനൊരുക്കിയ സമ്മാനം, കനവിൽ കണ്ടൊരു മുത്താരം. നിലവേ ഒരെണ്ണത്തിൻ കല്യാണത്തിന് കൂടാൻ ആതിരാവിൽ നിലത്തിരുത്തുവൽ പോലെ നേട്ടനില്ലയോ. ചന്തം തുളകം മഴക്കിന്റെ കുളിര് മുളപ്പാത്തിനൊരു താളം, ഹൃദയ മധുര വഴികളിലെന്റെ ദേവനാരു നീ. കേട്ടില്ലേ കേട്ടില്ലേ എന്റെ കള്ളച്ചെറുക്കനെ കല്യാണം, കേട്ടില്ലേ കല്യാണമേളം, കണ്ടില്ലേ കണ്ടില്ലേ എന്റെ ഏട്ടനൊരുക്കിയ സമ്മാനം, കനവിൽ കണ്ടൊരു മുത്താരം. Vanita Film Awards 2011.